നേപ്പാളിൽ കനത്ത നാശം വിതച്ച് മിന്നൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും വലയുന്ന സഹോദര രാജ്യത്തിന് താങ്ങായി ഭാരതം. പ്രളയത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഉയർന്നുകൊണ്ട് ഇരിക്കെ ദുരന്തമുഖത്തേക്ക് അത്യാവശ്യ മരുന്നുകളും ദുരിതാശ്വാസ സാമഗ്രികളുമായി വ്യോമസേനയുടെ വിമാനങ്ങൾ നേപ്പാളിൽ എത്തിക്കഴിഞ്ഞു. പ്രളയത്തിൽ കാണാതായ 100 കണക്കിന് ആൾക്കാരിൽ 300-ലധികം ഭാരതീയർ ഉണ്ടെന്നാണ് വിവരം. നേപ്പാളിൽ കുടുങ്ങിയ മലയാളികൾ അടക്കമുള്ളവരെ തിരിച്ചെത്തിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വസുദൈവ കുടുംബകമെന്ന ഭാരതീയ ദർശനം മുൻനിർത്തി അയൽ രാജ്യത്തെ പ്രകൃതി ദുരന്തത്തിൽ ആദ്യമായി സഹായഹസ്തം നീട്ടിയിരിക്കുകയാണ് ഭാരതം. നേപ്പാളിൽ വൻ നാശനഷ്ടമുണ്ടാക്കിയ മിന്നൽ പ്രളയത്തിന് പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ദുരിതാശ്വാസ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേന നേപ്പാളിലേക്ക് അയച്ചു. ഇന്ന് നേപ്പാളിലേക്ക് രണ്ടാമത്തെ വിമാനവും അവശ്യ സാധനങ്ങളുമായി പുറപ്പെട്ടു. ആവശ്യമെങ്കിൽ കൂടുതൽ ദൗത്യ സംഘങ്ങളെ അയക്കാൻ സജ്ജമാണെന്ന് മോദി സർക്കാർ അറിയിച്ചു. ദുരന്തത്തിൽ കാണാതായവരിൽ 300-ലധികം ഭാരതീയർ ഉണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്. ഇതിൽ കൈലാസ മാനസ സരോവർ തീർത്ഥാടനത്തിനായി പോയ ഭക്തരും ഉൾപ്പെടുന്നു. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി കേന്ദ്രീകരിച്ച് മുഴുവൻ സമയ ഹെൽപ്പ് ലൈനുകൾ തുറന്ന് കാണാതായ ഭാരതീയരെ കണ്ടെത്തുവാനും സുരക്ഷിതമായി തിരിച്ചെത്തിക്കുവാനും മന്ത്രാലയം ഊർജിതമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. നേപ്പാൾ സർക്കാരിന്റെ അഭ്യർത്ഥന ലഭിച്ചാൽ ഉടനടി രംഗത്തിറങ്ങാൻ NDRF സംഘവും സർവ്വസജ്ജമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. അതേസമയം നേപ്പാളിലെ പ്രളയം മൂലം അതിർത്തി നദികളിൽ ജലനിരപ്പ് ഉയരുന്നത് കണക്കിലെടുത്ത് ബീഹാറിലും ഉത്തർപ്രദേശിലും NDRF മുൻകരുതലായി വൻ സേനാ സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. CWC से कोऑर्डिनेट करके फ्लड का क्या चांस हो सकता है बिहार और यूपी में, बेसिकली गंडक रिवर है जो बिहार और यूपी में आती है, उससे क्या इम्पैक्ट होगा उसका असेसमेंट किया था. कल बिहार चीफ मिनिस्टर ने पर्सनली इसको रिव्यू किया था. उसके बाद 2 एडिशनल टीम NDRF की डिमांड की गई थी जो कि 2 जगह डिप्लॉय कर दी गई थी. और आज के दिन बिहार में अभी 9 टीम्स फील्ड पर डिप्लॉयड है फ्लड के नज़र को रखते हुए रिस्पॉन्ड करने के लिए. ഭാരതത്തിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അയൽ രാജ്യങ്ങളുടെ പ്രയാസത്തിൽ കൃത്യസമയത്ത് താങ്ങായി നിൽക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര പ്രതിബദ്ധതയാണ് ഈ അതിവേഗ സഹായത്തിലൂടെ ഒരിക്കൽ കൂടി ലോകം കാണുന്നത്. ജനം, ഡൽഹി.